അപ്പോൾ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് വന്നിട്ടുള്ളത് പാര പിടിക്കാനാണ്. എല്ലാ ഹാർബറുകളിലും എല്ലാ പുഴകളിലും പാരമീനിൻ്റെ സീസണാണ് ഇപ്പോൾ. ഒറ്റത്തുമ്പ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് മൊത്തം പാരയും പിടിക്കുന്നത്. അതിനായിട്ട് ഒരു 20 ഗ്രാമിൻ്റെ വെയിറ്റ് കെട്ടിയിട്ട് ഒരു 8 മീറ്റർ നീളത്തിനുള്ളൊരു മോണോലൈൻ കെട്ടിയതിന് ശേഷം അതിൻ്റെ തുമ്പിൽ മൈക്രോ ഷാഡ് അല്ലെങ്കിൽ സബിക്കി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മിനിക്ക് യൂസ് ചെയ്തിട്ടുള്ള ഹുക്ക് യൂസ് ചെയ്താണ് പാര പിടിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മൈക്രോ ഷാഡും ജിഗും കൂടെ ചേർത്തിട്ടാണ്. നമ്മുടെ പൊഴി മൊത്തം ചൂണ്ടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പാര സീസൺ ആയതുകൊണ്ടാണ്. ഇതൊരു 8-10 ദിവസം ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും നോർമൽ സ്ഥിതിയിലോട്ടാവും. പിന്നെ പാര കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. നമ്മുടെ ട്രിവാൻഡ്രത്ത് പാര എന്നാണ് പറയുന്നത്. കൊല്ലം ഭാഗത്തോട്ടൊക്കെ ഇതിന് വറ്റ എന്നാണ് കൂടുതൽ അറിയപ്പെടുന്നത്. കൊല്ലം കഴിഞ്ഞ് അങ്ങോട്ട് മിക്കവാറും ഒക്കെ വറ്റ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്താണ് കൂടുതലും പാര എന്ന് പറയുന്നത്. ഇത് വലിയ സ്കില്ലും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത പരിപാടിയാണ്. അത് നമ്മൾ ഈ ചൂണ്ട സെറ്റ് ചെയ്യുന്നത് മാത്രം സെറ്റ് ചെയ്തിട്ട് എറിഞ്ഞ് വെറുതെ റിട്രീവ് ചെയ്താൽ മതി. പാര നമ്മുടെ ഈ കല്ലിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ പാരക്കൂട്ടം വന്ന് നിൽപ്പുണ്ട്. അത് നമ്മൾ ഈ ഷാഡും ഇതും കൂടെ വരുന്ന ആ ഒരു വൈബ്രേഷനിൽ പെട്ടെന്ന് അത് കണ്ടിട്ട് അറ്റാക്ക് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ഈ മീൻ ചൂണ്ടയിൽ അടിച്ച് കയറുന്നത്. ആര് ചൂണ്ടയെ കൊണ്ട് ഇറങ്ങിയാലും എല്ലാവർക്കും മീൻ കിട്ടുന്ന ഒരു സീസണാണ് ഈ പാര സീസൺ എന്ന് പറയുന്നത്. കാണാൻ തന്നെ ആശാന്മാരുടെ സൈസ് ചെറുതാണെങ്കിലും നല്ല ഫൈറ്റാണ്. നമ്മുടെ ചൂണ്ടയൊക്കെ നന്നായിട്ട് വളച്ചെടുത്തുകൊണ്ട് പോകാറുണ്ട്. നമുക്ക് പിടിക്കുന്നതിന് നല്ല ഫീലുള്ളൊരു മീനാണ്. വെള്ളത്തിൽ കിടന്ന് നല്ല ഫൈറ്റാണ്. അതുകൊണ്ട് നമുക്ക് പിടിക്കുമ്പോൾ ആ കൈത്തരിപ്പൊക്കെ അങ്ങ് തീരും. നല്ല ഫീലാണ്. നമുക്ക് കുറേ അധികം പാര കിട്ടിയിട്ടുള്ള ദിവസമാണ്. പാര മീൻ ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് സ്ട്രൈക്കുകൾ മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ ഈ വീഡിയോയിൽ. അപ്പം ഒത്തിരി ആകുമ്പോഴത്തേക്ക് വീഡിയോ ലെങ്തായി പോകുന്നുണ്ട്. ഇത് തന്നെ ഏകദേശം 10 മിനിറ്റിന് മേലെയുള്ള ഒരു വീഡിയോ ആണ്. അപ്പം മാക്സിമം എല്ലാ കൂട്ടുകാരും വീഡിയോകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ഇടുക കേട്ടോ. നമ്മൾ അൾട്രാലൈറ്റ് സെറ്റപ്പ് ആയിട്ടൊക്കെയാണ് വന്ന് ആദ്യത്തെ ഒരു 5-6 കാസ്റ്റിൽ തന്നെ ഒരു വലിയ മീൻ സ്ട്രൈക്ക് ചെയ്ത് എൻ്റെ അൾട്രാലൈറ്റിൻ്റെ ടോപ്പ് പോർഷനൊക്കെ ഓടിച്ചു. ബാക്കി കെട്ടിയിരുന്ന ജിഗും മൈക്രോ ഷാഡും എല്ലാം പൊട്ടിച്ചുകൊണ്ട് പോയി. ഷംനാദ് യൂസ് ചെയ്യുന്നത് ഡൈവ ക്രോസ് ഫയർ 9 feet ആണ്. അതിലും അത്യാവശ്യം നല്ല ഫീൽ കിട്ടും. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റോഡായതുകൊണ്ട് മീൻ ഫൈറ്റ് ചെയ്യുമ്പോൾ നല്ല ഫീലാണ് അതിൽ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫാൻറ്റം സ്നാപ്പറാണ്, 9 feet ആണ്. പിന്നെ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഡൈവയുടെ ഒരു ക്രസറ്റ് 4000 എന്ന് പറഞ്ഞ റീലും ബാക്കി കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ഈ സ്ട്രൈക്ക് കിട്ടിയിരിക്കുന്നത് ജിഗിലാണ്. സ്ട്രൈക്ക് കിട്ടിയിരിക്കുന്നത് ജിഗിൽ ഞാനൊരു അസിസ്റ്റ് ഹുക്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അസിസ്റ്റ് ഹുക്കിലാണ് ഇപ്പോൾ നമുക്ക് ഈ പാര കയറിയിട്ടുള്ളത്. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ആ ലൈനിലാണ് ഇത് കെട്ടിയിട്ടുള്ളത്, ഷാഡ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടിലും മീൻ സ്ട്രൈക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് അധികം സ്കോർ ചെയ്യുന്നത് ഷംനാദാണ്. ഷംനാദ് നന്നായിട്ട് മീൻ അടിക്കുന്നുണ്ട്. അവൻ്റെ അത് ഏകദേശം ആ റോഡ് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റോഡായതുകൊണ്ട് നല്ല ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് റിട്രീവ് ചെയ്യുന്ന സമയത്ത് നല്ല ആക്ഷനാണ്. അതുകൊണ്ട് പെട്ടെന്ന് അവന് സ്ട്രൈക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ചൂണ്ടയിട്ട് പഠിക്കണമെന്ന് താല്പര്യമുള്ള എല്ലാ ഫ്രണ്ട്സും ഓരോ സ്റ്റിക്കും റീലും ഒക്കെ മേടിച്ചിട്ട് ചെറിയ കുറഞ്ഞ രീതിയിൽ മേടിക്കാൻ കിട്ടും. അത് മേടിച്ചുകൊണ്ട് അടുത്തുള്ള ഏതെങ്കിലും പൊഴിയിലോ കായലിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി പാര ഇറങ്ങിയിട്ടുള്ള സമയമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ആ ബേസിക് ആയിട്ടുള്ള ഫിഷിങ് അങ്ങോട്ട് പഠിക്കാൻ പറ്റും.
രാവിലത്തെ അധ്വാനമാണ് തട്ടാൻ പോകുന്നത്. കുഴപ്പമില്ല, കൊഴുവപ്പാര. ഇത് അദ്ദേഹത്തിലും കാണാം കുറച്ച്. നമ്മൾ രണ്ടുപേരും കൂടെ ഒരു 2 മണിക്കൂർ കൊണ്ട് പിടിച്ച മീനാണിത്. ഇത്ര നമുക്ക് ഈ സീസൺ ആകുമ്പോൾ മാത്രമേ ഇങ്ങനെ മീൻ കിട്ടാറുള്ളൂ കേട്ടോ. എന്ന് വിചാരിച്ച് എല്ലാവരും ഡെയിലി ഇതുപോലെ മീൻ കിട്ടുമെന്ന് വിചാരിക്കണ്ട. സീസണിൽ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണിത്. നിരത്തി വിടുന്നു. 2 വാല് മാറ്റിയാൽ മതി. അവിടെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.